എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് LICയുടെ പ്ലാൻ നമ്പർ 715 ജീവൻ ആനന്ദ് എന്ന പോളിസിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ജീവൻ ആനന്ദ് ഒരു ലൈഫ് ടൈം പ്ലാനാണ്. ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് കവറേജ് തരുന്ന ഒരു പ്ലാനാണ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസിയിൽ അംഗമാവാൻ സാധിക്കും. പണം അടയ്ക്കാവുന്ന കാലാവധി 15 വർഷം മുതൽ 35 വർഷം വരെയാണ്. ഓരോരുത്തരുടെ വയസ്സനുസരിച്ച് കാലാവധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ മിനിമം സമ്മർഷേഡ് 2 ലക്ഷം രൂപയാണ്. ഉദാഹരണമായി 35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 1 കോടി രൂപ അസറ്റ് ക്രിയേഷൻ കണക്കാക്കി നമ്മളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ 16 വർഷം സമയം വെച്ച് പോളിസി പ്ലാൻ ചെയ്താൽ അദ്ദേഹത്തിന് 16ാമത്തെ വർഷം 1,69 ലക്ഷം രൂപ ലഭിക്കുന്നു. 16 വർഷം മാത്രമേ അദ്ദേഹം പണം അടയ്ക്കേണ്ടതുള്ളൂ. പിന്നീട് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് സംരക്ഷണം തുടർന്ന് അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്തെന്നാൽ പൈസ അടയ്ക്കുന്ന കാലാവധി കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ആജീവനാന്തം ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 55 വയസ്സൊക്കെ കഴിയുന്ന വ്യക്തികൾക്ക് ഇൻഷുറൻസ് കവറേജ് പരിപൂർണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. അവർ പഴയത് എടുത്തു വെച്ച പോളിസികളെല്ലാം കാലാവധി എത്തി, പണം തിരിച്ചു കിട്ടി, അതോടുകൂടി ആ പ്ലാന് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ട് അവർക്കൊരു പുതിയ പോളിസി എടുക്കാനുള്ള ഒരു സാമ്പത്തികം ഒരുപക്ഷെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇവർക്കൊരു ഇൻഷുറൻസ് കവറേജ് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാനാണ് ഈ ജീവനാനന്ദ് എന്ന് പറയുന്നത്. 50-55 വയസ്സ് കഴിഞ്ഞ് സർവീസിൽ നിന്ന് വിരമിച്ച പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായാലും അവർക്ക് പിന്നീട് ഒരു ലോൺ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒരു ലോൺ എടുക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല, മിക്കവാറും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു സാലറി വരുന്നില്ല, മന്ത്ലി ഒരു സാലറി വരുന്നില്ല, അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു സൗകര്യം ഉള്ളതായിട്ട് ഈ ധനകാര്യ സ്ഥാപനത്തിന് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇവർക്കൊരു ലോൺ കിട്ടാനുള്ള സാധ്യത അടഞ്ഞു പോവുകയാണ്. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് ലോൺ എടുക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇതുപോലെ LICയുടെ ജീവനാനന്ദ് പോളിസി എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ 35 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് 16 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് 1,69,70,000 രൂപ കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് ഈ 17 വർഷം മുതൽ അദ്ദേഹത്തിന് വീണ്ടും അതിൽ ഫണ്ട് വാല്യൂ ഉണ്ട്. 17,73,000 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ആ എമൗണ്ട് 95 ലക്ഷം വരെ വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് നമുക്ക് അവിടെ സ്വരുക്കൂട്ടി വെക്കുന്ന തരം ഒരു പ്ലാനാണ് ഈ ജീവനാനന്ദ് എന്ന് പറയുന്നത്. അതുകൂടാതെ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അവർക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുകയാണ്. 1 കോടി രൂപ പോളിസി എടുക്കുന്ന ആൾക്ക് 1 കോടി ഇൻഷുറൻസ് സംരക്ഷണം കിട്ടും. ഇതിൽ മിനിമം നമ്മൾ പറഞ്ഞു 2 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് പോളിസി എടുത്ത വ്യക്തിക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത വ്യക്തിക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. 1 കോടി രൂപയുടെ പോളിസി എടുത്ത വ്യക്തിക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് എത്ര രൂപയുടെ പോളിസി വേണമെങ്കിലും നമുക്ക് ഈ പ്ലാനിൽ എടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 50-55 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് ലോണ് പുറത്തുനിന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് നമ്മൾ സംസാരിച്ചു. ഇനി ഇതേ പോളിസി നമുക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഈ പോളിസി ബോണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ പോളിസിയിലുള്ള സറണ്ടർ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ ഇത്രയും ലൈഫ് ടൈം ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാന് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എത്രയാണോ സാധിക്കുന്നത്, നിലവിൽ എത്ര പോളിസി ഉള്ളവർക്കും പുതിയതായിട്ട് പോളിസി എടുക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പോളിസി നമുക്ക് ഇല്ലെങ്കിൽ, നിലവിലില്ലെങ്കിൽ മിനിമം 2 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് 1 കോടിയോ 10 കോടിയോ 50 ലക്ഷമോ 25 ലക്ഷമോ 2 ലക്ഷമോ എത്രയാണോ സാധിക്കുക അത്രയും നമ്മൾ
എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന്, നിങ്ങളുടെ പ്രായം കൂടുന്തോറും പ്രീമിയം കൂടും, ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതകളിൽ മാറ്റങ്ങൾ വരും, അസുഖം വന്നു കഴിഞ്ഞാൽ പോളിസി കിട്ടാൻ പ്രയാസമാണ്. നമുക്ക് ആരോഗ്യവും സമ്പത്തും ഒരേ സമയമുള്ളപ്പോൾ മാത്രമേ ഒരു പോളിസി കിട്ടുള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റു ചില പോളിസികളിൽ ഉള്ളതുപോലെ ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് ഈ പ്ലാനിലുണ്ട്. ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസി എത്രയാണോ നമ്മുടെ സം അഷ്വേർഡ് അത്രയും തുക. അപ്പോൾ ഇവിടെ നമ്മൾ 1 കോടിയുടെയാണ് സംസാരിച്ചത്. അപ്പോൾ 1 കോടി പോളിസി എടുക്കുന്ന ആൾക്ക് 2 കോടി രൂപയുടെ ഇൻഷുറൻസ് സംരക്ഷണമാണ് LIC കൊടുക്കുക ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റിൽ. ഇതേപോലെ ഡിസാബിലിറ്റി ബെനിഫിറ്റും ഉണ്ട്. ഡിസാബിലിറ്റി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് പോളിസി എടുത്ത വ്യക്തിക്ക് ആക്സിഡൻറ്റ് മൂലം പെർമനൻ്റ് ഡിസാബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത 10 വർഷത്തേക്ക് തുല്യ ഗഡുക്കളായി മാസാമാസം ഈ സം അഷ്വേർഡ് തുക കൊടുത്തുകൊണ്ടിരിക്കും. 1 കോടി എടുക്കുന്ന പോളിസി ഉടമയ്ക്ക് 83,333 രൂപ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ജീവനാനന്ദ പോളിസിയെക്കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യാം, അതിൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.